ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ നമ്മുടെ നന്ദയും ഗൗതവും ചേർന്ന് വീട്ടിലേക്ക് വരുമ്പോൾ എങ്ങനെയാകും അവരുടെ പ്രതികരണം എന്നറിയാതെ ഒരു ടെൻഷനൊക്കെ എന്തായാലും ഗൗതത്തിനുണ്ട് കേട്ടോ. ഗൗതമെങ്കിലും നന്ദയുമായി വീട്ടിലേക്ക് വരും എന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ്. നന്ദയുമായി സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഗൗതം സാർ എവിടെയാണോ അവിടെയാണ് താനും ഇനി ജീവിക്കുന്നത്, അവിടെയാണ് തനിക്കും ജീവിതമുള്ളൂ എന്നുള്ള കാര്യം നമ്മുടെ നന്ദയും കൂടി അങ്ങ് പറഞ്ഞു. പിന്നെ ഇനിയിപ്പോൾ വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ അരുൺ ഇവരെ രണ്ടുപേരെയും കൂട്ടി ഇന്ദീവരത്തിലേക്ക് കയറി വരികയാണ്. കയറി വന്നു കഴിഞ്ഞപ്പോഴേക്കും അവിടെ വണ്ടിയുടെ ശബ്ദം കേട്ട് മഹേശ്വരൻ ഗൗതം വന്നു എന്നുള്ളൊരു സന്തോഷത്തിൽ ഓടിക്കതച്ച് അങ്ങോട്ടേക്ക് ചെല്ലുന്നു. ഏട്ടത്തെയും വിളിച്ചുകൊണ്ടാണ് പോണേ. രണ്ടുപേരും കൂടെ ചെന്നപ്പോൾ ഇവരിതേ നോക്കി നിൽക്കുക, രണ്ടുപേരും കൂടി. അപ്പോൾ ഗൗതത്തിൻ്റെ കൈകളിൽ ഇങ്ങനെ ചേർത്ത് പിടിച്ചാണ് നമ്മുടെ നന്ദ നിൽക്കുന്നത്. ഇവർ രണ്ടുപേരും കൂടി അവിടെ നിൽക്കുന്ന സാഹചര്യത്തിൽ ബാക്കിയുള്ളവരും കൂടി അങ്ങോട്ടേക്ക് വന്നു. ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അങ്ങനെ എല്ലാവരും വന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ പ്രിയ ചോദിച്ചു, എന്താ അമ്മയുടെ തീരുമാനം? അമ്മയുടെ കറവപ്പശുവാണോ വലുത് അതെയോ ഗൗതമാണോ വലുത് എന്നിങ്ങനെ ചോദിച്ചപ്പോഴേക്കും അരുന്ധതിക്കൊന്നും മിണ്ടാനില്ല. പിന്നാലെയാണ് ദേ പവിത്രയും അതുപോലെ തന്നെ പിങ്കിയും കൂടി അങ്ങോട്ടേക്ക് വരുന്നത്. പവിത്ര പിന്നെ അവിടെയും കൂടും ഇവിടെയും കൂടും. എന്തെങ്കിലും ഒരു അടി ഇവിടെ നടക്കണേ എന്ന് പ്രതീക്ഷിച്ചാണ് പവിത്ര പിങ്കിക്കൊപ്പം വരുന്നത്. അപ്പോൾ എന്താണ് അരുന്ധതി പറയാൻ പോകുന്നത് എന്നുള്ളൊരു ആകാംക്ഷ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും ഉണ്ട്. അവർ രണ്ടുപേരും ഇങ്ങനെ ആ ഒരു ഇതോടുകൂടി ഇങ്ങനെ നിൽക്കുക. എന്തായിരിക്കും പുള്ളിക്കാരി പറയാൻ പോകുന്നത്, എന്തായിരിക്കും തീരുമാനം, ആ ഒരു ഇതിലിങ്ങനെ നിൽക്കുകയാണേ. ആ സമയത്ത് നമ്മുടെ അരുന്ധതി ഇങ്ങനെ മഹേശ്വരനെ ഒന്ന് നോക്കി. അപ്പോഴേക്കും ഇവർക്കെല്ലാവർക്കും അറിയാം ഒരിക്കലും ഗൗതത്തിനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനായിട്ട് പുള്ളിക്കാരി തയ്യാറാവില്ലെന്ന്. മഹേശ്വരനെ ഇങ്ങനെ നോക്കിയപ്പോൾ മഹേശ്വരൻ ഇങ്ങനെ ഏട്ടത്തിയുടെ നേരെ വല്ലാത്തൊരിതിലിങ്ങനെ നോക്കുക. ഇനിയിപ്പോൾ ഞാനായിട്ട് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല, എല്ലാവരുടെയും കണ്ണിൽ ഞാനാണല്ലോ പ്രശ്നക്കാരി, ഞാൻ കാരണം ഇനി കുടുംബത്തിൽ നിന്ന് ഗൗതം പടിയിറങ്ങി പോകണ്ട എന്നും പറഞ്ഞുകൊണ്ട് അരുന്ധതി ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഗൗതം അകത്തേക്ക് കയറുകയാണെങ്കിൽ ഒപ്പം നന്ദയും കാണുമെന്നുള്ള കാര്യം നമ്മുടെ ഗൗതം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആരെ വേണമെങ്കിലും വിളിച്ച് കയറ്റ് എന്നും പറഞ്ഞ് പുള്ളിക്കാരി അങ്ങോട്ട് വലിയതാവുക. അപ്പോൾ എന്തായാലും ആ ഒരു സംസാരവും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് അങ്ങനെ അതങ്ങ് റെഡി ആയിട്ട് എന്തായാലും നമ്മുടെ നന്ദയെ അന്നേരത്തേക്ക് ഓടിച്ചെന്ന് ലക്ഷ്മി ഇങ്ങനെ ഒരു കൈ നീട്ടി സ്വീകരിച്ച് വിളിച്ചുകൊണ്ട് വരുന്നു. രണ്ട് മക്കളെയും കൂട്ടിക്കൊണ്ട് ഇവരകത്തേക്ക് കയറി വരുന്നു. അങ്ങനെ അകത്തേക്ക് കയറി വന്നു കഴിഞ്ഞപ്പോഴേക്കും മക്കൾ പോയി വിശ്രമിക്കുക എന്നും പറഞ്ഞ് ലക്ഷ്മിയൊക്കെ കൂടെ ചേർന്ന് അവരെ പറഞ്ഞു വിടുക, റൂമിലേക്ക് പറഞ്ഞു വിടുന്നു. ഇതൊക്കെ കണ്ടിട്ട് പിങ്കിക്ക് അങ്ങോട്ട് കലികേറിയിട്ട് പാടില്ല. പിങ്കി അടിമുടി വിറഞ്ഞ ഇങ്ങനെ നിൽക്കുന്നത്. എന്ത് ചെയ്യാം, വിറയാനല്ലേ പറ്റുള്ളൂ, പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ അവരകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ എല്ലാവർക്കും മുറുമുറുപ്പ് ഓരോന്നോരോന്നായിട്ട് തുടങ്ങി. അപ്പോൾ അതിന് വേണ്ടുന്ന മറുപടി കൃത്യമായിട്ട് നമ്മുടെ ലക്ഷ്മിയും പ്രിയയും കൂടെ ചേർന്ന് അങ്ങ് കൊടുത്തു. ഇനി ഇതിൻ്റെ പേരിൽ അതായത് നന്ദമോളെ ഒരു രീതിയിലും ഇനി ഇവിടെ വേദനിപ്പിക്കാൻ പാടില്ല എന്നുള്ള കാര്യം നമ്മുടെ ലക്ഷ്മി എല്ലാവരോടുമായിട്ട് അങ്ങനെ അങ്ങ് പറഞ്ഞു. ഇനി അതിനെ ലക്ഷ്മി ആരെയും സമ്മതിക്കില്ല എന്ന്. അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞ് സംസാരിച്ച് ഇവരങ്ങനെ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. പിങ്കിക്ക് അന്നേരം ഇതൊന്നും ഇഷ്ടപ്പെടാതെ പിങ്കി മുഖവും വലിച്ചേറ്റി പിടിച്ചുകൊണ്ട് അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. എന്തായാലും പിങ്കി അങ്ങനെ നിന്നപ്പോഴേക്കും പവിത്രയ്ക്ക് അടുത്തത് കിട്ടിക്കഴിഞ്ഞില്ല. പവിത്ര ഓടി പിങ്കിയുടെ അടുത്തേക്ക്, പിങ്കിക്കരികിലേക്ക് ചെന്നിട്ട് കണ്ടോ ഇപ്പോഴും ഗൗതമേട്ടൻ്റെ മനസ്സ് നിറച്ച് അവളാ, അല്ലാതെ പിങ്കിയച്ചിക്ക് ഒരു സ്ഥാനവും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ അങ്ങ് പറഞ്ഞു കൊടുക്കും. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഈ പുള്ളിക്കാരിക്ക് കലിപ്പ് കയറുമെന്നുള്ള കാര്യം പവിത്രയ്ക്ക് നന്നായിട്ട് അറിയാം. പവിത്ര അത് മാക്സിമം മുതലെടുക്കുന്നതാണ്. അങ്ങനെ ആ ഒരു സംഭവം അവിടെ കഴിഞ്ഞു. പിന്നെ അവർ രണ്ടുപേരും കൂടെ അവരുടെ മുറിയിൽ ചെന്നു. നമ്മുടെ ഗൗതത്തിൻ്റെ ഡ്രസ്സൊക്കെ മാറി, അങ്ങനെ ഡ്രസ്സ് മാറി ഗൗതത്തിന് കൂട്ടിരിക്കുകയാണ് നന്ദ. അങ്ങനെ അവർ വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സാർ ഇത്രയും സ്ട്രെയിൻ ചെയ്ത് വന്നതല്ലേ, സാറ് കിടന്നോളാൻ പറഞ്ഞു. എന്നിട്ട് ഗൗതത്തെ അവിടെ ഇരുത്തി എന്നിട്ട് വർത്തമാനമൊക്കെ പറഞ്ഞ് കിടത്തുവോ, അതുപോലെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തൊക്കെ കൊടുക്കുവാണ് നന്ദയെ. അപ്പം അങ്ങനെ ഗൗതം കിടക്കുന്ന സമയത്ത് നന്ദ തൊട്ടരികളിരുന്ന് ഗൗതത്തിൻ്റെ തല ഇങ്ങനെ തലോടി കൊടുത്ത് ഗൗതം നേരത്തേക്ക് ആ കൈ മേടിച്ചിങ്ങനെ സ്വന്തം നെഞ്ചിലേക്ക് വെക്കുന്നു. അങ്ങനെ രണ്ടുപേരും കൂടെ കുറേ നേരം കണ്ണിൽ നോക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും അവരുടെ സ്നേഹം അത് പങ്കുവയ്ക്കുക. അങ്ങനെ യഥാർത്ഥ ഭാര്യയായി മാറി നമ്മുടെ നന്ദ ഗൗതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. ഇതൊക്കെ ഏകദേശമൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ വരുവുള്ളൂ എന്നുള്ള കാര്യം അവിടെ അവർക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു, പ്രത്യേകിച്ച് പിങ്കിക്ക്. അതുകൊണ്ടാണ് പിങ്കിക്ക് ടെൻഷൻ കൂടുതൽ. പിങ്കിയാണെങ്കിൽ കിടന്ന് വെപ്രാളം കൂട്ടുവാണ്, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, എങ്ങോട്ട് ഓടണമെന്നും അറിയത്തില്ലാത്തൊരവസ്ഥ. അങ്ങനെ നമ്മുടെ നന്ദയും ഗൗതവും കൂടി അവരുടെ മനസ്സും ഒക്കെ കൈമാറി രണ്ടുപേരും കൂടെ സംസാരവും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള സംസാരങ്ങളും കാര്യങ്ങളും ഇതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഗൗതത്തിന് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കണമല്ലോ, മരുന്ന് കഴിക്കാനുള്ളതല്ലേ. അപ്പോൾ കൃത്യം കാര്യങ്ങളെല്ലാം നോക്കണം. ലക്ഷ്മിയും അതുപോലെ തന്നെ നമ്മുടെ പ്രിയയും ഒക്കെ കൂടെ അടുക്കളയിൽ നിന്ന് ഇങ്ങനെ ഇവരെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നന്ദ അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. നന്ദ ചെന്നപ്പോൾ എന്താ മോളെ എന്താ ആവശ്യം എന്ന് ചോദിച്ചു. അപ്പോൾ ഗൗതം സാറിന് മരുന്ന് കഴിക്കാനുള്ളതാണെന്നും ഫുഡ് കൊടുക്കണമെന്നും പറഞ്ഞു. അപ്പോൾ അമ്മ അങ്ങ് കൊണ്ടുവന്നേക്കാം, മോൾ അങ്ങോട്ട് പോയിക്കോളാൻ പറഞ്ഞു കഴിഞ്ഞപ്പം വേണ്ട, ഗൗതം സാറിനുള്ള ഫുഡ് ഞാൻ തന്നെ കൊണ്ടുപോയിക്കോളാമെന്നും പറഞ്ഞു നമ്മുടെ നന്ദ അവിടെ അടുക്കളയിൽ നിന്ന് ഫുഡ് എടുക്കുക. അപ്പോൾ ഫുഡ് എടുത്തിട്ട് അത് ഗൗതത്തിന് വേണ്ടുന്ന കണക്കും കാര്യങ്ങളും എല്ലാം റെഡിയാക്കി അത് കൊണ്ടുപോവുകയാണ്. അപ്പോഴേക്കും പവിത്ര അവിടെ നിന്ന് പറഞ്ഞു, ഓ നന്ദേച്ചി നോക്കി എത്ര ബ്രില്യൻ്റ് ആണ്,
ഗൗതമേട്ടൻ്റെ കാര്യങ്ങൾ എത്ര ഭംഗിയായിട്ടാണ് നോക്കുന്നത്, ഓ ഇങ്ങനെ വേണം ഭാര്യമാരായാലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് നന്ദയെ ഇതാക്കി പറയുന്നു. അപ്പോഴേക്കും എല്ലാവർക്കും നന്ദമോളുടെ കഴിവൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അന്നേരത്തേക്ക് അവിടെ വെച്ച് ഇങ്ങനെ ഈ ലക്ഷ്മി ഇങ്ങനെ പറയാം. അത് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി അതുമായിട്ട് അങ്ങ് പോയി. അന്നേരത്തിന് നന്ദ പോയി കഴിഞ്ഞപ്പോൾ പിങ്കി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. അങ്ങനെ എന്തായാലും ആ ഒരു സംഭവം കഴിഞ്ഞ് നമ്മുടെ നന്ദ റൂമിലേക്ക് ചെന്നു. അപ്പോൾ ഇവർ തമ്മിലുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിയാൻ ഒരാകാംക്ഷ നമ്മുടെ ലക്ഷ്മിക്ക് വന്നു. അപ്പോൾ ലക്ഷ്മി പറഞ്ഞു, മോൻ്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് മോള് നോക്കുന്നത് എന്നൊന്ന് അറിയാം എന്നും പറഞ്ഞുകൊണ്ട് ഈ ലക്ഷ്മി പോകുമ്പോഴേക്കും ലക്ഷ്മിയുടെ പിറകെ പ്രിയയും പോകാനായിട്ട് അങ്ങ് ഇറങ്ങി. പ്രിയ ഇറങ്ങിയപ്പോഴേക്കും ഞാനായിട്ട് ഇതിനെ പോകാതിരിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് പവിത്രയും പിന്നാലെ അങ്ങ് ചെന്നു. ഇവർ 3 പേരും കൂടി എന്നിട്ട് പിന്നാലെ ചെല്ലുക. ഈ സമയത്ത് നമ്മുടെ നന്ദ റൂമിൽ ചെന്നു ഗൗതവുമായിട്ട് വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഗൗതം സാർ എഴുന്നേക്ക്, ഫുഡ് കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വിളിച്ചിരുത്തി കഴിപ്പിക്കും, എനിക്കിപ്പോൾ വേണ്ടെന്നും പറഞ്ഞെന്ന് ഇങ്ങനെ ഒരു തടസ്സം അല്ലെങ്കിൽ ഒരു മടി പറയുകയാണ് നമ്മുടെ ഗൗതം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല, മരുന്ന് കഴിക്കാനുള്ളതാണ്, ഫുഡ് കഴിച്ചേ പറ്റുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് ഇങ്ങനെ ഫുഡ് കഴിപ്പിക്കാനായിട്ട് ഇരുത്തി വാരി കൊടുക്കുമ്പോൾ നമ്മുടെ ഗൗതം ചോദിച്ചു, എൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കി താൻ ഇങ്ങനെ നടന്നാൽ മതിയോ, തൻ്റെ പഠിത്തമൊക്കെ മുടങ്ങി പോകത്തില്ലേ, തനിക്ക് പഠിച്ചൂടെ എന്നൊക്കെ ചോദിച്ചപ്പോൾ എന്നെ പഠിക്കാൻ അല്ലെങ്കിൽ ഞാൻ പഠിക്കാനുള്ള കാരണം അല്ലെങ്കിൽ എനിക്ക് സാറ് തന്നൊരു ദാനമാണ് ഈ ഒരു MBBS. അപ്പോൾ പിന്നെ എൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കി ഞാൻ ഇതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറിയാൽ സാറിൻ്റെ കാര്യം ആര് നോക്കും എന്ന് ചോദിച്ചു. സാറിൻ്റെ ഭാര്യയായി ഞാനല്ലേ നോക്കേണ്ടത്, ഞാനല്ലേ സാറിന് നോക്കേണ്ടത്, സാറല്ലെങ്കിൽ പിന്നെ ഞാനുണ്ടോ എന്നൊക്കെ ചോദിച്ച് നമ്മുടെ നന്ദ ഇങ്ങനെ കുറേ റൊമാൻസൊക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നു. അപ്പോഴേക്കും അവരെല്ലാവരും കൂടെ വാതിലിൻ്റെ അങ്ങോട്ടേക്ക് വന്ന് ഇങ്ങനെ നോക്കി നിൽക്കി ഇവരെന്താ പറയുന്നത് എന്നറിയാനായിട്ട്. അപ്പോൾ ഇവരുടെ ആ സംസാരവും കാര്യങ്ങളെല്ലാം അവർ കേട്ടു. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ലക്ഷ്മിക്കും പ്രിയയ്ക്കും ഒത്തിരി സന്തോഷമായിട്ടോ. പവിത്ര ഇവരുടെ മുന്നിൽ അഭിനയിക്കുന്നുണ്ട് സന്തോഷമായിട്ട്, പക്ഷേ പവിത്രയ്ക്കുള്ളിൽ നിറച്ച് കുശുമ്പാണ്. അങ്ങനെ ഇവർ തമ്മിലുള്ള സംസാരം, ഇവർ തമ്മിലുള്ള ഇടപഴകലും കാര്യങ്ങളൊക്കെ കണ്ട് അവർ മനസ്സ് നിറഞ്ഞിങ്ങനെ നിൽക്കുമ്പോഴാണ് അതുവഴി നമ്മുടെ പിങ്കിപ്പൂതന കയറി വരുന്നത്. പിങ്കി കയറി വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവരെന്തെല്ലാവരും നോക്കി നിൽക്കുന്നതെന്നുള്ള ആ ഒരു ആകാംക്ഷയോടെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഇവരുടെ ബെഡ്റൂമിലെ ആ കാഴ്ചയാണ് കണ്ടത്. ഇത് കണ്ടപ്പോൾ എൻ്റെ പൊന്നെ പിന്നെ പറയണോ, ഭ്രാന്ത് കയറി അങ്ങനെ പിങ്കി അങ്ങ് തുള്ളിച്ചാടിപ്പോയി. പിങ്കി തുള്ളിച്ചാടി പോകുന്നത് ഈ അരുന്ധതി അവിടെ നിന്ന് കണ്ടു. അരുന്ധതി അന്നേരത്തേക്കും അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ ഈ എല്ലാ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമ്മുടെ നന്ദ പുറത്തേക്ക് ഇറങ്ങുമായിരുന്നു. അപ്പോഴേക്കും ലക്ഷ്മിയൊക്കെ അവിടെ നിന്ന് പോയി. അങ്ങനെ നന്ദ അങ്ങ് ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും നന്ദയെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള കാര്യങ്ങളെല്ലാം കൂടെ ഈ അരുന്ധതി നന്ദയോട് പറയുക. അപ്പോൾ കുറേയൊക്കെ നന്ദ കേട്ട് നിന്നു. എത്രയെന്ന് വെച്ചാൽ കേട്ട് നിൽക്കുന്നത്, കുറച്ചൊക്കെ കേട്ട് നിന്നിട്ട് പറഞ്ഞു, അതെ ഈ വീട്ടിലെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ഞാനല്ല വല്യമ്മേ, ഈ വീട്ടിലെ ചെറിയ പ്രശ്നങ്ങൾ തൊട്ട് വലിയ പ്രശ്നങ്ങൾ വരെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം വലിയമ്മ തന്നെയാണ്. വലിയമ്മയാണ് ഈ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത്, ഇല്ലെങ്കിൽ സ്വയം ഇരുന്നൊന്ന് ആലോചിച്ച് നോക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ ഇങ്ങനെ പറയണം. അപ്പോൾ അത് കേട്ടപ്പോഴത്തേക്കും പുള്ളിക്കാരി കലിക്കറി ഓന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തലയൊക്കെ മാന്തി പറിക്കാൻ ഭാഗത്തിന് ഇങ്ങനെ നിൽക്കുവാണ് ആശാത്തി. വല്യമ്മ എത്ര ദേഷ്യം പിടിച്ചിട്ടും കാര്യമില്ല, വല്യമ്മയാണ് കാരണക്കാരി എന്ന് പറഞ്ഞാൽ നമ്മുടെ നന്ദ അവിടെ നിന്ന് അങ്ങ് പോയി. നന്ദ അത് പറഞ്ഞത് പുള്ളിക്കാരിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ലല്ലോ. പുള്ളിക്കാരി അങ്ങനെ തുള്ളിച്ചാടി അവിടെ അങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് ഗൗതത്തിന് തന്നെ കൂട്ടിരിക്കുന്ന നമ്മുടെ നന്ദയോട് ഗൗതം പറഞ്ഞു, ഇങ്ങനെ എൻ്റെ കാര്യം തന്നെ നോക്കിയിരുന്ന് താൻ തൻ്റെ ഭാവി നശിപ്പിക്കരുത്. ഭാര്യയും ഭർത്താവും ഒക്കെയാണ്, ശരി തന്നെയാണ്, പക്ഷേ ഭർത്താവിൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കി ഭാര്യയുടെ ഭാവി തകർക്കുന്ന ഒരു മുശടൻ ഭർത്താവല്ല ഞാൻ. അതുകൊണ്ട് താൻ ക്ലാസ്സിൽ പോകണമെന്ന് പറഞ്ഞു. നന്ദ എന്ത് ചെയ്താൽ പോകുന്നില്ല. പക്ഷേ പോകാതെ ഇരിക്കാൻ ഗൗതം സമ്മതിക്കുന്നുമില്ല. പോണം എന്നും പറഞ്ഞ് നിർബന്ധിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗൗതം പറഞ്ഞതല്ലേ, അപ്പോൾ മനസ്സോടെ നമ്മുടെ നന്ദ പോകാനായിട്ട് ഇറങ്ങി. പിന്നെ ലക്ഷ്മിയോട് കാര്യം പറഞ്ഞു. അപ്പോൾ ലക്ഷ്മിയും പറഞ്ഞു, അമ്മ നോക്കിക്കോളാം, ബാക്കി കാര്യം മോള് പൊയ്ക്കോളാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ നന്ദ കോളേജിലേക്ക് പോകാനായിട്ട് ഇറങ്ങി വരുന്ന സമയത്ത് ബാക്കി എല്ലാ സാധനങ്ങളും കൂടി പുറത്ത് വെയിറ്റ് ചെയ്തിരിപ്പുണ്ടായിരുന്നു എവിടെയാണ് നമ്മുടെ ഹോളിൽ. അപ്പോൾ നന്ദ ഇങ്ങനെ ഇറങ്ങി വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അരുന്ധതിയും അവരൊക്കെ ചോദിച്ചു, നീ എങ്ങോട്ടാണെന്ന് ചോദിച്ചു. കോളേജിലേക്കാണെന്ന് പറഞ്ഞപ്പോൾ, നീ പഠിക്കാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഗൗതത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്, ഗൗതത്തിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് എങ്ങനെയാണ്, ഗൗതത്തിനെ നോക്കാനായിട്ടല്ലേ നീ വീട്ടിലേക്ക് വന്നത്, എന്നിട്ട് നീ നിൻ്റെ കാര്യം നോക്കി പോവുകയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കര ഡയലോഗുകളും കാര്യങ്ങളും. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പിങ്കിക്ക് കിട്ടിയ അവസരമല്ലേ. പിങ്കി പറഞ്ഞു, അതിന് നന്ദയ്ക്ക് ഗൗതമല്ലല്ലോ വലുത്, ഗൗതത്തിൻ്റെ ആരോഗ്യമല്ലല്ലോ വലുത്, എല്ലാത്തിനും അപ്പുറം നന്ദയുടെ ലക്ഷ്യമാണല്ലോ പ്രധാനം, ഡോക്ടറാവുക എന്നുള്ള ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണല്ലോ നന്ദ കഷ്ടപ്പെടുന്നത്. അപ്പോൾ പിന്നെ ഗൗതത്തിൻ്റെ കാര്യങ്ങളൊക്കെ എന്തിനു നോക്കണം എന്നും പറഞ്ഞുകൊണ്ട് പിങ്കി ഇങ്ങനെ കിട്ടിയ അവസരം മുതലെടുക്കുക. പക്ഷേ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടാണ് നമ്മുടെ നന്ദ അവിടെ നിൽക്കുന്നത്, പല്ല് ഇറുമി പിടിച്ച് ഇവിടെ ഇപ്പം തല്ലി കൊല്ലണം എന്നുള്ള കലിപ്പിൽ. അങ്ങനെ നമ്മുടെ നന്ദ ഒരു അക്ഷരം പോലും മിണ്ടാതെ അങ്ങനെ പോകാൻ തുടങ്ങിയപ്പോഴേക്കും ഈ മോഹിനി എന്ന് പറയുന്ന ആൾ കയറി പറഞ്ഞത്, ഒന്നൊരു കാര്യം ചെയ്യാം, നന്ദ ഏതായാലും കോളേജിലേക്ക് പോവല്ലേ, ആ സമയം മുഴുവനും ഗൗതത്തിൻ്റെ കാര്യങ്ങൾ പിങ്കി മോള് നോക്കട്ടെ എന്ന്.
എവിടെയാണെങ്കിലും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനും അവിഹിതം ഉണ്ടാക്കാനും ഈ വക സാധനങ്ങളെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. എന്തായാലും പിങ്കി നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴേക്കും താമരപ്പൂ വിടർന്നതുപോലെയായി പിങ്കിയുടെ മുഖം അങ്ങ് വെളുത്ത് തുടുത്ത് ചുമന്നിങ്ങനെ അങ്ങ് പോന്നു സന്തോഷം കയറിയിട്ട്. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നന്ദയുടെ നെഞ്ചൊന്ന് ഇടിച്ചു കേട്ടോ. നെഞ്ചിടിച്ച് നന്ദ ഇങ്ങനെ നിന്നുപോയി. അപ്പോഴേക്കും ലക്ഷ്മി പറഞ്ഞു, അവൻ്റെ ഭാര്യയായ നന്ദമോള് പഠിക്കാൻ പോവുകയാണെങ്കിൽ അവൻ്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് അവൻ്റെ അമ്മയായ ഞാനിവിടെയുണ്ട്. അതിനപ്പുറം മറ്റാരും അവകാശം കയറി കാണിക്കേണ്ട കാര്യമില്ല. ആരും അവൻ്റെ കാര്യങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. അതിനേതായാലും ഞാനുള്ളപ്പോൾ ആരും ഞാൻ അനുവദിക്കത്തുമില്ലെന്നും പറഞ്ഞു. അങ്ങനെ ചുളുവിൽ കയറി ഗൗതത്തിൻ്റെ റൂമിൽ സ്ഥാനം പിടിക്കാൻ നോക്കിയതാണ് പിങ്കി. ആ പിങ്കിയെ തകർത്തടിച്ചുകൊണ്ടാണ് നമ്മുടെ ലക്ഷ്മി അങ്ങോട്ടേക്ക് തീരുമാനം എടുത്തത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ കൂട്ടിയിണക്കിക്കൊണ്ട് ഇടിവെട്ട് സൂപ്പർ ഹിറ്റ് കഥയുമായിട്ടാണ് നമ്മുടെ വിശേഷങ്ങൾ വരുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം. ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണാം. എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിടുന്ന വീഡിയോസ് എളുപ്പത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. വീണ്ടും സൂപ്പർ ഹിറ്റ് കഥയുമായി കാണാം. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.